നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ജീവിക്കുന്നതിനും ജോലി എടുക്കുന്നതിനുമൊക്കെ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ എന്നുള്ളത്. ഞാൻ അടുത്ത സമയത്ത് UK-യും അയർലൻഡും ഒക്കെ പോയപ്പോൾ കണ്ട ഒരു കാഴ്ച, ഈ രാജ്യങ്ങളിലൊക്കെയുള്ള നമ്മളുടെ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരുൾപ്പെടെ പലരും അവിടെ സെറ്റിൽ ചെയ്തവരെ ഓസ്ട്രേലിയയിലേക്ക് ചേക്കേറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? അയർലൻഡിലെ നേറ്റീവ്സ്, ആ രാജ്യക്കാർ പോലും നല്ലൊരു പങ്ക് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പം നേരിട്ട് ഓസ്ട്രേലിയയിൽ പോകുന്നതിനും അവിടെ സെറ്റിൽ ചെയ്യുന്നതിനുമൊക്കെ സഹായകരമായ ചില അവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതും ഓസ്ട്രേലിയൻ വിസയ്ക്ക് ട്രൈ ചെയ്യുവാനായിട്ടുള്ള ഒരു എളുപ്പമാർഗം, അതും വെറും വളരെ കുറഞ്ഞ ചെലവിൽ, ഏതാണ്ട് 25 ഓസ്ട്രേലിയൻ ഡോളർ, ഏതാണ്ട് 1436 ഇന്ത്യൻ റുപ്പീസ്, ഇത്ര കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഇന്ത്യ ഗവൺമെന്റും ഓസ്ട്രേലിയ ഗവൺമെന്റും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഒക്ടോബർ 1-ാം തീയതി മുതൽ ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ അവസരങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ആരുടെയെങ്കിലും ഒക്കെ സഹായത്തോടെ വേണം ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സഹായകരമായ ഒരു അവസരം കൂടി വളരെ കുറഞ്ഞ ചെലവിൽ ലഭ്യമായിരിക്കുന്ന മറ്റൊരു അവസരവും ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് നേരിട്ട് മൈഗ്രേറ്റ് ചെയ്യണം, അതായത് പെർമനന്റ് റെസിഡൻസി PR വിസ നേടി നേരിട്ട് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിന് സഹായകരമായ മറ്റൊരു വീഡിയോ ഈ യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ കൺസൾട്ടന്റ്, അതറിയപ്പെടുന്ന മാര ഏജന്റ് എന്നാണ്. അങ്ങനെയുള്ള മലയാളിയായ ഒരു മാര ഏജന്റുമായി ബന്ധപ്പെട്ട് ഈ PR വിസയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വിശദമാക്കുന്ന ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെയുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ നൽകിയേക്കാം, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അതും കൂടി പരിശോധിക്കാവുന്നതാണ്. ഓർക്കുക, ജർമ്മനിയിലേക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന മറ്റൊരു കുറഞ്ഞ ചെലവിൽ ലഭ്യമായിരിക്കുന്ന ഒരു വിസ അവസരമാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നത്. അതും വിശദമാക്കുന്ന വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അപ്പോൾ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഓസ്ട്രേലിയ വർക്ക് ആൻഡ് ഹോളിഡേ വിസ സബ് ക്ലാസ് 462 എന്നുള്ളതാണ് ഈ ഒരു വിസ അവസരം. പ്രതിവർഷം ഏതാണ്ട് 1000-ഓളം വിസകളാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഈ ഒരു കാറ്റഗറിയിൽ നൽകുന്നത്. ഈ ഒരു വിസ അവസരം മുൻപ് ഉണ്ടായിരുന്നതാണെങ്കിലും 2024 ഒക്ടോബർ 1-ാം തീയതി മുതലാണ് ഇന്ത്യൻസിന് ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത്. ഓർക്കുക, ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിനും ഒരു വർഷം ആ രാജ്യത്ത് തുടരുന്നതിനും ജോലി ചെയ്യുന്നതിനും പഠിക്കുന്നതിനുമൊക്കെ സഹായകരമായിട്ടുള്ള ഒരു വിസയാണിത്. പിന്നീട് നിങ്ങൾക്ക് 2 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ടോട്ടല് 3 ഇയർ വരെ ആ രാജ്യത്ത് നിൽക്കുവാൻ കഴിയുന്ന ഒരു വിസ അവസരമാണിത്. പിന്നീട് ഒരു PR വിസയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ പെർമനന്റ് റെസിഡൻസ് ആയി തുടരുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അപ്പം ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്ന ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. വർക്ക് ആൻഡ് ഹോളിഡേ വിസ സബ് ക്ലാസ് 462. എൻ്റെ ബേസിക് എലിജിബിലിറ്റി ഇവരിവിടെ നൽകുന്നുണ്ട്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. ഇൻക്ലൂസീവ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, അതായത് 18 വയസ്സുകാർക്കും 30 വയസ്സുകാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പാസ്പോർട്ട് ഉണ്ടായിരിക്കണം ഓഫ് ആൻ എലിജിബിൾ കൺട്രി. ഇന്ത്യ ഒരു എലിജിബിൾ കൺട്രിയാണ്, അപ്പോൾ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. മസ്റ്റ് നോട്ട് ബി അക്കോമ്പനൈഡ് ബൈ ഡിപ്പെൻഡന്റ് ചിൽഡ്രൻ, അതായത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കുട്ടി നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നതാകല്ല് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ, കുട്ടികളെ കൊണ്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ സെക്കൻഡ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ എടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യാം. 3rd ഇയറിലേക്ക് 3rd വർക്ക് ആൻഡ് ഹോളിഡേ വിസ എടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നീട് PR നേടുവാണെങ്കിൽ ആ രാജ്യത്ത് തുടരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് വർക്ക് ആൻഡ് ഹോളിഡേ വിസയാണ് ആദ്യം ആപ്ലിക്കബിൾ ആവുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നതിനുള്ള ഒരു വിസ അവസരമാണ്. അപ്പോൾ അത് മസ്റ്റ് ഹാവ് എ പാസ്പോർട്ട് ഫ്രം ആൻ എലിജിബിൾ കൺട്രി. പാസ്പോർട്ട് കാണണം. യു ക്യാൻ വർക്ക് വൈൽ യു ആർ ഹിയർ. ഓസ്ട്രേലിയയിലുള്ളപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് കഴിയും.
യു ക്യാൻ അപ്ലൈ ഫോർ സെക്കൻഡ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഇഫ് യു മീറ്റ് സർട്ടൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ ഈ രണ്ടാമത്തെ വർഷവും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ചില ക്രൈറ്റീരിയ ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, ചൈന, ഇന്ത്യ ആൻഡ് വിയറ്റ്നാം പാസ്പോർട്ട് ഹോൾഡേഴ്സ് മസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ വിസ പ്രീ ആപ്ലിക്കേഷൻ പ്രോസസ് ബാലറ്റ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആദ്യം നിങ്ങൾ ഒരു ബാലറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ പ്രീ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കണം. അതായത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഈ വിസയ്ക്കുള്ള ആപ്ലിക്കൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് 1000 പേർക്കൊക്കെ ഇവർ വിസ നൽകുന്നുള്ളൂ. ഇത് വളരെ കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും വിസ നൽകത്തില്ല. നിങ്ങൾ ഒരു ബാലറ്റ് പ്രോസസ്സ്, ഒരു ലോട്ടറിക്ക് അപ്ലൈ ചെയ്യണം. അത് അപ്പോൾ ഒരു ലോട്ടറി സിസ്റ്റമാണ് ആദ്യം. അതിൽ സെലക്ട് ആകുന്ന അവരെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക. അതായത് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നും നോക്കത്തില്ല. അപ്ലൈ ചെയ്യുന്നവരിൽ നിന്ന് റാൻഡമായിട്ട് കുറേ ആൾക്കാർ, ഏകദേശം 1000 പേരെ സെലക്ട് ചെയ്യും. അവർക്കായിരിക്കും വിസ നൽകുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ പ്രീ ആപ്ലിക്കേഷൻ പ്രോസസ്സ്, അതായത് ബാലറ്റ് സിസ്റ്റത്തിലേക്ക് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അവിടെ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ആൻഡ് ഹോളിഡേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ വർക്ക് ആൻഡ് ഹോളിഡേ വിസ 12 മാസത്തേനാണ് ആദ്യത്തേത്. അതൊക്കെ ഞാൻ സൂചിപ്പിച്ചു. 650 ഓസ്ട്രേലിയൻ ഡോളറാണ് ഇതിന് ചിലവാകുക. എന്ന് പറഞ്ഞാൽ വലിയ തുകയൊന്നുമല്ല. ഏകദേശം ഒരു ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറഞ്ഞാൽ 57 രൂപയാണ്. 57 × 650. അപ്പോൾ അത്രയൊക്കെ ചിലവഴിച്ചാൽ മതിയാവും. ഓർക്കുക, 30-ഉം 40-ഉം ഒക്കെ ലക്ഷങ്ങൾ കൊടുത്ത് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോയി അവിടെ സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്ന, ട്രൈ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഈ 650 × 57, 650 എന്ന് പറയുമ്പോൾ 6500, ഒരു 30-35,000 രൂപ വരുന്നുള്ളൂ. അത് വളരെ ചെറിയൊരു തുകയാണ് അല്ലേ? അപ്പോൾ അത്രയൊക്കെ ചിലവ് വരുന്നുള്ളൂ. പക്ഷേ അതിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ബാലറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോകണം എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ ബാലറ്റ് പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വർക്ക് ആൻഡ് ഹോളിഡേ വിസ പ്രീ ആപ്ലിക്കേഷൻ പ്രോസസ്സ്, അതാണ് പ്രീ ആപ്ലിക്കേഷൻ പ്രോസസ്സാണ് ഈ ബാലറ്റ് സിസ്റ്റം. അതായത് നറുക്കെടുപ്പാണ്. നറുക്കെടുപ്പൂടെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ അതേ നമുക്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. വർക്കിംഗ് ഹോളിഡേ മേക്കർ പ്രോഗ്രാം, WHM എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവരുടെ സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനൊന്ന് അപ്ലൈ ചെയ്യണം. അതായത് ഈ ഒരു പ്രീ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ബാലറ്റ് സിസ്റ്റത്തിന് അപ്ലൈ ചെയ്യണം, നറുക്കെടുപ്പിൽ അപ്ലൈ ചെയ്യണം. അപ്പം അത് നറുക്കെടുപ്പ് കിട്ടുന്നവരൊക്കെ മാത്രമായിരിക്കും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ ആ നറുക്കെടുപ്പിന് എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ, അതെങ്ങനെ അപ്ലൈ ചെയ്യണം, ആ കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യുക. അത് ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ സഹായകരമായ ഒരു കൺസൾട്ടൻസി ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള മാര ഏജൻസ് മലയാളികൾ ഉള്ള ഒരു കൺസൾട്ടൻസിയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ അവർക്കൊരു ചെറിയ ഫീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഹെൽപ്പോടെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. ചൈന, ഇന്ത്യ, വിയറ്റ്നാംകാർക്കാണ് ഈ ഒരു പ്രീ ആപ്ലിക്കേഷൻ ബാലറ്റ് പ്രോസസ് ഉള്ളത് എന്ന് സൂചിപ്പിച്ചു. കാരണം ഹൈ ഡിമാൻഡ് ഇതിന് ഈ രാജ്യങ്ങളിൽ നിന്നുണ്ട്. വിസയേക്കാൾ എത്രയോ ഇരട്ടിയാണ് ആപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് ഈ 3 രാജ്യക്കാർക്ക് ഈ ബാലറ്റ് പ്രോസസ്സ് അവർ വെച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റാൻഡമായിട്ടായിരിക്കും സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, അതിൽ നിന്ന് അവർ കുറേ പേരെ അങ്ങ് തിരഞ്ഞെടുക്കുകയാണ്. അല്ലാതെ വേറെ ക്രൈറ്റീരിയ ഒന്നും വെച്ചിട്ടല്ല, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തിരഞ്ഞെടുക്കുക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. 1 ഒക്ടോബർ 2024 മുതലാണ് ഈ ഒരു സിസ്റ്റം അല്ലെ, പ്രീ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒക്ടോബർ 1 തീയതി മുതൽ രജിസ്ട്രേഷൻ ഫോർ ഇത് ഫ്രം ഒക്ടോബർ 1 മുതൽ ഓപ്പൺ ആണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആനുവൽ ബാലറ്റ് പ്രോസസ്സ് ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ബാലറ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി എന്താണ്? അത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു IMI അക്കൗണ്ട്, IMMI അക്കൗണ്ട് കാണണം എന്നുള്ളതാണ്. ആ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് അല്ല, ഇവരുടെ ഈ സൈറ്റിൽ വന്നിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങും. അത് വളരെ സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് നിങ്ങളൊന്ന് തുടങ്ങണം. അത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കായിരിക്കും ഇത് കഴിയുക, ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇൻക്ലൂസീവ് ആണ്. അതായത് 18 വയസ്സും 30 വയസ്സിലുള്ളവർക്കും ഇതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. വാലിഡ് ആയിട്ടുള്ളൊരു പാസ്പോർട്ട് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് വാലിഡ് ആയിട്ടുള്ളത് കാണണം.
വാലിഡ് നാഷണൽ ഐഡന്റിറ്റി കാർഡ് അതും കാണണം. അതായത് നമ്മുടെ ഒരു പാൻ കാർഡ്, ഇന്ത്യക്കാർക്കാണെങ്കിൽ പാൻ കാർഡ് കയ്യിൽ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വാലിഡ് ഇമെയിൽ അഡ്രസ്സ് കാണണം. ആ ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യാനായിട്ട് അവർ പറയും, അത് ചെയ്യണം. പിന്നെ ഇവരുടെ ടേംസ് ഒക്കെ എഗ്രി ചെയ്യണം. പിന്നെ ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്, $25 25. ആണ് ഞാൻ പറഞ്ഞത് 1430 രൂപ, 36 രൂപ മറ്റാണ് ഇന്ത്യൻ റുപ്പീസ് വരും. അപ്പോൾ അതുകൂടെ കൊടുത്ത് വേണം ഇത് ചെയ്യാൻ. ഇവരെന്തിനാണ് ഇങ്ങനെ ഒരു ഫീസ് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ, അനാവശ്യമായ ആപ്ലിക്കൻസ് വെറുതെ കാണുമ്പോൾ പറയുമ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഒരു 1300 രൂപയെങ്കിലും കൊടുക്കേണ്ട വരുമ്പം അല്പം കൂടി സീരിയസ് ആയിട്ടുള്ളവരെ അപ്ലൈ ചെയ്യത്തുള്ളൂ. അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഫീസ്, $25 25 എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം പീനട്സാണ്. അങ്ങനെ ഒരു ഫീയും കൂടി ഞങ്ങൾക്ക് പേ ചെയ്യണം. അപ്പം 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള പാൻ കാർഡ് ഉള്ള വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ഉള്ളവർക്ക് ഇമെയിൽ അഡ്രസ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് $25 നൽകി ഈ ബാലറ്റിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇവരുടെ സൈറ്റിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ഒക്കെ തുടങ്ങണം എന്ന് മാത്രം. അപ്പോൾ എങ്ങനെയായിരിക്കും അതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയുക? ഇപ്പോൾ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഒക്കെ ആണെങ്കിൽ വർക്ക് ആൻഡ് ഹോളിഡേ വിസ 462 സബ് ക്ലാസ് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യണം. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ അവിടെ ഒരു രജിസ്ട്രേഷൻ ഫോം വിൽ അപ്പിയർ എന്ന് പറയും, രജിസ്ട്രേഷൻ ഫോം വരുന്നുണ്ട്. അവിടെ നിങ്ങളുടെ പാസ്പോർട്ട് ഏത് രാജ്യത്തിനാണ്, ഇന്ത്യ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. പിന്നെ ആ ഫോമിൽ ബാക്കി വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ $25 കൂടി പേ ചെയ്യുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇവിടുത്തെ അതെങ്ങനെയായിരിക്കും, അത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവർ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇമി അക്കൗണ്ട് നിങ്ങൾ തുടങ്ങണം. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡ്രാഫ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ കിടക്കുക. രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. ഏത് രാജ്യം സെലക്ട് ചെയ്യണം, അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അതൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ഈ $25 കൂടി നിങ്ങൾ ഓൺലൈനായിട്ട് പേ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ നിങ്ങളുടെ സ്റ്റാറ്റസ് ഡ്രാഫ്റ്റ് എന്നതിൽ നിന്ന് റിസീവ്ഡ് എന്നതിലേക്ക് മാറും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായി ഡ്രാഫ്റ്റ് എന്നതിൽ നിന്ന് റിസീവ്ഡ് എന്നതിലേക്ക് മാറും. എന്നിട്ട് ഇവർ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്, ഇഫ് യു ഡു നോട്ട് സബ്മിറ്റ് യുവർ സേവ്ഡ് രജിസ്ട്രേഷൻ ഫോം യു വിൽ നോട്ട് ബി എ പാർട്ട് ഓഫ് ദ. അപ്പോൾ ആദ്യം നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യുന്ന കാര്യം കൂടി ഓർക്കണം, ഫീസ് പേ ചെയ്യുന്ന കാര്യം ഓർക്കണം. അത് സബ്മിറ്റ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ റിസീവ്ഡ് എന്ന സ്റ്റാറ്റസിലേക്ക് എത്തും. അപ്പം നിങ്ങൾ ഇതിന് എലിജിബിൾ ആവും. ഇനി ബാലറ്റ് എപ്പോഴായിരിക്കും നടക്കുക, ബാലറ്റ് രജിസ്ട്രേഷൻ പീരീഡ് എപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഇവരെ ഈ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു പീരീഡ് പറയുന്നുണ്ട്. ആ പീരീഡിന് ഉള്ളിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനു മുമ്പ് അത് കഴിഞ്ഞിട്ടും പറ്റില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പീരീഡ് എങ്ങനെയായിരിക്കും, അത് ഓരോ വർഷവും ഈ ഒരു അവസരം കൊണ്ടുവരുന്നുണ്ട്. രജിസ്ട്രേഷൻ പീരീഡ് നമുക്കൊന്ന് മനസ്സിലാക്കാം. താഴേക്ക് വന്നാൽ ഇന്ത്യക്കാർക്ക് ഇതിന് ബാലറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന പീരീഡ് ഒക്ടോബർ 1 തീയതി മുതൽ ഒക്ടോബർ 31 വരെയാണ്. അപ്പോൾ ഒരു മാസം സമയമുണ്ട്. ഈ ഒക്ടോബർ മാസം ഇതിപ്പം ആക്റ്റീവാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓർക്കുക, UK സിമിലർ ആയിട്ടുള്ള ഒരു ബാലറ്റ് പ്രോസസ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. ആ പ്രോസസ്സിന് വെറും 2 ദിവസമേ സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരു മാസത്തെ സമയമുണ്ട്. പക്ഷേ UK നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെ $25 1300 രൂപ കൊടുക്കണം എന്ന് മാത്രം. അപ്പം ഒക്ടോബർ 1 തീയതി മുതൽ ഒക്ടോബർ 31 വരെ നിങ്ങൾക്ക് ഈ ബാലറ്റ് പ്രോസസ്സ് അല്ലേ ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പം അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ബാലറ്റ് രജിസ്ട്രേഷൻ പീരീഡ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ ബാലറ്റിനെ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് ആഫ്റ്റർ യു രജിസ്റ്റർ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ആഫ്റ്റർ യു വെരിഫൈ യുവർ ഇമെയിൽ അഡ്രസ്, റിവ്യൂ ദ രജിസ്ട്രേഷൻ ഫോം ഫോർ എനി എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള അവസരം ഉണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ ബാലറ്റിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതാത് രാജ്യത്തിൻ്റെ ബാലറ്റിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യപ്പെടും. അപ്പം എന്നിട്ട് ഇവരെ ഒരു അക്നോളജ്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്കൊരു ഇമെയിൽ കിട്ടും. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഇമെയിലൊക്കെ കിട്ടും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. റിസീവ്ഡ് എന്ന സ്റ്റാറ്റസിലായിരിക്കും ഇമി അക്കൗണ്ടിലെ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ വരുത്തുക, ആ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് ഇവരുടെ ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, എന്താ പറയുക, ഈ ബാലറ്റ് അത് റാൻഡമായിട്ടാണ്. അതിൽ നിങ്ങൾ സെലക്ട് ആയപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ സെലക്ട് ആയപ്പെട്ടാൽ ഇഫ് യു ആർ റാൻഡംലി സെലക്ടഡ് യുവർ രജിസ്ട്രേഷൻ വി വിൽ ഇമീഡിയറ്റ്ലി സെൻഡ് യു എ നോട്ടിഫിക്കേഷൻ ഓഫ് സെലക്ഷൻ ലെറ്റർ വയ ഇമെയിൽ. അങ്ങനെ സെലക്ട് ആയാൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി സെലക്ട് ആയി എന്ന് പറഞ്ഞ് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഓർക്കും, അത് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ്റെ ഒക്കെ ലെറ്റർ ആയിരിക്കണം. ഇനി നിങ്ങൾ സെലക്ട് ആയില്ലെങ്കിൽ, ഇഫ് യുവർ രജിസ്ട്രേഷൻ ഇസ് നോട്ട് സെലക്റ്റഡ്,
സെലക്ട് ആയില്ലെങ്കിൽ വി വിൽ നോട്ട് നോട്ടിഫൈ യു എന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ സെലക്ട് ആയപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങളെ അറിയിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഡേറ്റും കൂടി ഞാൻ സൂചിപ്പിക്കുക. ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇമെയിൽ ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ആയിട്ടില്ല എന്നുള്ളതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയിപ്പൊന്നും ലഭിക്കത്തില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോഴും ഓർക്കുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ 2025 ഏപ്രിൽ വരെ വാലിഡ് ആയിരിക്കും, എന്നിട്ട് എക്സ്പയർ ആകത്തുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇഫ് യു സബ്മിറ്റ് എ രജിസ്ട്രേഷൻ, യുവർ രജിസ്ട്രേഷൻ വിൽ റിമെയിൻ ഇൻ ദ സെലക്ഷൻ പൂൾ അണ്ടിൽ 30th ഏപ്രിൽ. 2025 ഏപ്രിൽ 30 വരെ സാധ്യതകളുണ്ട് എന്ന് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ബാലറ്റ് എൻഡ് ചെയ്യും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വാലിഡ് അല്ലാതെയായി മാറും. അല്ലെ നിങ്ങളുടെ പ്രായം 31 ആയാൽ നിങ്ങൾ വാലിഡ് അല്ലാതെയാകും. അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതുകൊണ്ട് അവസാനിക്കുകയും ചെയ്യും. അപ്പം എക്സ്പയർഡ് എന്ന സ്റ്റാറ്റസിൽ നിങ്ങളുടെ ഇമി അക്കൗണ്ട് മാറും എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബാക്കി ഇതിൻ്റെ സെലക്ഷൻ പീരീഡ് എങ്ങനെയായിരിക്കും, സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കും? അപ്പോൾ ഇന്ത്യയുടെയൊക്കെ ആക്റ്റീവാണ്, ഓർക്കുക. രജിസ്ട്രേഷൻ പീരീഡ് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, 1 മുതൽ 31 ഒക്ടോബർ വരെ ചെയ്യാം. ഇതിൻ്റെ സെലക്ഷൻ പീരീഡ് ഇന്ത്യയിലെ 14/10 ഒക്ടോബർ 14 മുതൽ 30 വരെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ സെലക്ട് ആയാൽ നിങ്ങൾക്ക് പിന്നെ ഹോളിഡേ വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഓർക്കുക, ഇവരുടെ ഈ സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. എന്ന് മാത്രമല്ല, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇമി അക്കൗണ്ട്, ഇതാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നൽകി ക്രിയേറ്റ് ആൻ ഇമി അക്കൗണ്ട് അല്ലേ, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ താഴെ ക്രിയേറ്റ് ആൻ ഇമി അക്കൗണ്ട് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ക്രിയേറ്റ് ആൻ ഇമി അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് കിട്ടും. അതിവിടെ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവരുടെ ഡിജിറ്റൽ അസിസ്റ്റൻ്റ് വരും, അവിടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ക്ലാരിഫിക്കേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അപ്പം ഏതാണ്ട് 1436 രൂപ ചെലവിൽ ഓസ്ട്രേലിയയിലേക്ക് വിസ ലഭ്യമാകുന്നതിന് ഒന്ന് ട്രൈ ചെയ്യുന്നതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഓർക്കുക, നിങ്ങൾക്ക് തനിയെ ഇത് പ്രോസസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച കൺസൾട്ടൻസി അസറ്റ് മൈഗ്രേഷൻ എന്നുള്ളതാണ് ഒരു കൺസൾട്ടൻസി. അവർ ഓതറൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ മാര ഏജൻസ് എന്ന് പറയും, അതായത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് കൺസൾട്ടൻസ് ആണ്. അങ്ങനെയുള്ളവരുള്ള ഒരു കൺസൾട്ടൻസിയാണ്, മലയാളികൾ തന്നെ നടത്തുന്ന ഒരു കൺസൾട്ടൻസിയാണ്. ഓസ്ട്രേലിയയിൽ ഏതാണ്ട് 4 ഓഫീസുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലും ദുബായിലും ഒക്കെ പ്രവർത്തനങ്ങളുള്ള എൻ്റെ നാട്ടുകാരൻ്റെ തന്നെ ഒരു കൺസൾട്ടൻസിയാണ്. അപ്പോൾ ആ കൺസൾട്ടൻസിയുടെ സഹായം നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ, ഇവിടെ മാത്രമല്ല, ഈ ബാലറ്റിൽ മാത്രമല്ല, ബാലറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. അസറ്റ് മൈഗ്രേഷൻ്റെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, ഒരു ലിങ്ക് നൽകിയൊക്കെ അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുവാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഏതായാലും ഞാൻ കണ്ടെത്തിയ ഒരു അവസരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള കൂടുതൽ അവസരങ്ങൾ എന്ന് മാത്രവുമല്ല, തൊഴിലവസരങ്ങൾ നിങ്ങൾ തേടുന്നവരാണെങ്കിൽ അതിൻ്റെയൊക്കെ സഹായകരമായ പല ലിങ്കുകളും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഓർക്കുക, ഈ ഇമിഗ്രേഷൻ്റെ ഒക്കെ പേരിൽ ഒത്തിരി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം വേണം മുന്നോട്ടേക്ക് പോകാൻ. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.